നമസ്കാരം, വിപിൻ സാറാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ബോട്ടണിയുടെ ബയോടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ബയോടെക്നോളജി 2 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 2 ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ മാർഗം നമുക്കങ്ങനെ നേടാം. അപ്പോൾ അതിനെന്തൊക്കെയാണ് പഠിച്ചുകൊണ്ട് പോകേണ്ടത് ആ കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഒരു മണിക്കൂർ താഴെയുള്ള ക്ലാസ് കൊണ്ട് ബയോടെക്നോളജിയുടെ മുഴുവൻ മാർഗം നമുക്ക് വാങ്ങിച്ചെടുക്കണം. ഓക്കെ, റെഡിയല്ലേ? ഇപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യത്തെ ബയോടെക്നോളജിയുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അല്ലേ. അതിനകത്ത് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു സാധനമല്ല. കാരണം പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്നത് അത്ര വലിയ ഒരു അനക്കാര്യമൊന്നുമല്ല. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ടൂൾസ് ഓഫ് റീകോംബിനൻറ്റ് DNA ടെക്നോളജി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ചാപ്റ്ററാണ് ടൂൾസ് ഓഫ് റീകോംബിനൻറ്റ് DNA ടെക്നോളജി. അതിൽ 5 പോയിന്റുകൾ, അതിൽ 5ാമത്തെ നമുക്ക് ഒഴിവാക്കാം. റെസ്ട്രിക്ഷൻ എൻസൈം, ദെൻ പോളിമറൈസ് എൻസൈംസ്, ലിഗേസസ്, വെക്ടേഴ്സ്. ഈ 4 വളരെ പ്രധാനപ്പെട്ടതാണ്. 5ാമത്തെ കൂടെ നമ്മൾ എഴുതുമ്പോൾ ടൂൾസ് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ 5ാമത്തെ കൂടെ എഴുതണം ഹോസ്റ്റ് ഓർഗാനിസം. അപ്പം ഈ 5 ടൂൾസാണ് ശരിക്ക് DNA റീകോംബിനൻറ്റ് ടെക്നോളജിയിൽ ഉള്ളത്. റീകോംബിനൻറ്റ് DNA ടെക്നോളജിയിലുള്ള 5 ടൂൾസ് അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂക്ലിയസ് എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമുകൾ. അത് 2 വിധത്തിലാണുള്ളത്, 2 തരത്തിലുള്ള. അതും ചോദിക്കുന്നതാണ്. എക്സോ ന്യൂക്ലിയസും എൻഡോ ന്യൂക്ലിയസും. അത് ഓർമ്മ വേണം, പഠിച്ചു വേണം. എക്സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ദ ന്യൂക്ലിയസ് എൻസൈം which removes nucleotides from the ends of the DNA. DNAയുടെ എൻസിൽ നിന്ന് ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യുന്ന ന്യൂക്ലിയസ് എൻസൈമിന് പറയുന്ന പേരാണ് എന്താ, എക്സോ ന്യൂക്ലിയസ്. എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ന്യൂക്ലിയസ് എൻസൈം വിച്ച് മേക്സ് കട്ട്സ് അറ്റ് സ്പെസിഫിക് സൈറ്റ് വിതിൻ ദി DNA. ഒരു പ്രത്യേക പോയിന്റിൽ, പ്രത്യേക ഭാഗത്ത് DNA മുറിക്കാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈമുകളാണ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോന്യൂക്ലിയസ് ആണ് ശരിക്കും ഒന്നുകൂടി പ്രധാനപ്പെട്ട നമ്മൾ ഇതിനു വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ 2 തരത്തിലുള്ള ന്യൂക്ലിയസ് എൻസൈമുകളെന്ന് ഓർമ്മണം, എക്സോ ന്യൂക്ലിയസ്, എൻഡോന്യൂക്ലിയസ്. ഇനി ഇതിൻ്റെ പേരിങ് ഒന്ന് നോക്കണം. റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ പേരിടിയിൽ ഒന്ന് നോക്കേണ്ടതാണ്. ആ പേരിടിയിലിൻ്റെ അത് നമ്മൾ ബൈനോമിയൽ നോമെൻക്ലേച്ചർ +1 പഠിച്ച കൂട്ട് തന്നെ ഇതിൻ്റെ പേരിങ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഏത് ജീനസാണ്, ആ ബാക്ടീരിയ ഏതിൽ നിന്നാണോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എടുക്കുന്നത് ആ പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ജീനസ് നെയിമാണ് ഫസ്റ്റ് ലെറ്റർ. സെക്കൻഡ് ലെറ്റർ എന്ന് പറയും, ഇപ്പോൾ ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട് ഈക്കോ R1 എന്ന് പറയുന്നത്, അതിൽ ഇ എന്ന് പറയുന്നത് ഈശ്വരേഷ്യ കൊളയുടെ ഇ ആണ്. രണ്ടാമത്തെ സെക്കൻഡ് 2 ലെറ്റേഴ്സ് ആർ ടേക്കൻ ഫ്രം ദ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദ നെയിം ഓഫ് ദ സ്പീഷീസ് നെയിം. ഇപ്പോൾ ഈശ്വരേഷ്യ കോളൈ എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്താണ് സ്പീഷീസ് നെയിം. അപ്പോൾ അതിൻ്റെ സിയും ഓയും ആണ് 2ാമത്തെ ലെറ്റർ എടുക്കുന്നത്. ഈ കണ്ടോ, കോളൈ സ്പീഷീസ് നെയിമിൻ്റെ ആദ്യത്തെ 2 ലെറ്ററാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ലെറ്ററായി, EI CI. എക്സാമ്പിളാണ് ഇത് ഈക്കോ R1. 4th ലെറ്റർ ഫ്രം ദ ഫസ്റ്റ് ലെറ്റർ നെയിം ഓഫ് ദിസ് സ്ട്രെയിൻ. ഏത് സ്ട്രെയിനാണ് ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് RY13 എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്ട്രെയിൻ. ഈ ഈക്കോളയുടെ സ്ട്രെയിൻ, ഈ ഈക്കോ R1ൻ്റെ സ്ട്രെയിൻ, അതിൻ്റെ ആദ്യത്തെ ലെറ്ററാണ് R. അപ്പോൾ അതിൽ നിന്നാണ് R എടുക്കുന്നത്, ആ സ്ട്രെയിനിൽ നിന്നാണ് R. Last letter is a Roman number indicating the order in which the enzyme were isolated from that strain of bacteria. ആ ബാക്ടീരിയനെ എത്രാമതാണ് ഈ എൻസൈമിനെ വേർതിരിച്ചെടുക്കുക, അതാണ് ഇത് R1 എന്ന് പറയും. If an organism forms many enzymes, they are identified by sequential Roman numeral. ഒരുപാടുണ്ടെങ്കിൽ അതിൽ ഈ റോമൻ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്, റോമൻ അക്കം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ ഈക്കോ R1 എന്ന് പറയുന്നത് എന്താണ്, ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ഈക്കോളയിൽ നിന്നാണത്
എടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതിൽ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഇറ്റ് റെക്കഗ്നൈസ് എ സ്പെസിഫിക് palindromic nucleotide sequence in DNA. The recognition sequence with the recognition site within the DNA is called palindromic nucleotide sequence. Palindromic nucleotide sequence ആണ് ഇവർ റെക്കഗ്നീഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റൈൽ ഓഫ് DNA ക്ലീവേജ്. DNA ക്ലീവേജ് അല്ല DNA എങ്ങനെയാണ് മുറിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കണം. റെസ്ട്രിക്ഷൻ enzyme cleave the strand DNA a little away from the center of the palindrome site, but between the same two bases of opposite strand. This forms single stranded portions at the end. A single stranded portion അറ്റ ഭാഗം ഇവിടെ നോക്കി കാണാൻ പറ്റിയ അഗ്രഭാഗത്ത് ഇതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭാഗമായിട്ടായിരിക്കും ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. These single stranded free ends are called sticky ends. ഈ എൻസിന് പറയുന്ന പേരാണ് സ്റ്റിക്കി എൻസ്. ആ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭാഗം DNA ആ ഒരു എൻഡ് എന്ന് പറയുന്നത് സ്റ്റിക്കി എൻസ് ആയിട്ട് ഓർ കൊഹിസീവ് എൻസ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ അല്ലെ കൂട്ടിച്ചേർക്കാൻ അവിടെയാണ് ഉപയോഗിക്കുന്നത്. These are named so because they hydrogen bonds with their complementary cut counterparts. This thickness of the ends facilitate enzyme DNA ligase in joining DNA fragments have the same kind of sticky ends. ആ ഒരു ഭാഗം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ ലിഗേസ് എന്ന് പറയുന്ന എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ആ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ അതിനകത്ത് നോക്കുന്ന ആ സ്റ്റൈൽ ഓഫ് ക്ലീവേജ് കഴിഞ്ഞിട്ട് ജെൽ ഇലക്ട്രോഫോറസിസ് അത് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കണം. ഈ ശരിക്ക് ഈ ടൂൾസിനകത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് സാധനം എന്ന് പറയുന്നത് ഈ റെസ്ട്രിക്ഷൻ എൻസൈമും അതേപോലെ തന്നെ വെക്റ്റേഴ്സും വളരെ പ്രധാനപ്പെട്ട വെക്റ്റേഴ്സല്ല ക്ലോണിങ് വെക്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമുണ്ട്. പരീക്ഷയ്ക്ക് മിക്കവാറും അതിനകത്തുനിന്ന് ഒരു മാർക്കിന് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ജെൽ ഇലക്ട്രോഫോറസിസ് നോക്കിക്കൊണ്ട് പോകണം. ജെൽ ഇലക്ട്രോഫോറസിസ് ചോദിച്ചിട്ടുണ്ട്. Gel electrophoresis is a technique for separating DNA fragments based on their size under the influence of electric field. Firstly, the sample DNA is cut into fragments by restriction endonuclease. Restriction endonuclease വെച്ച് ആ സാമ്പിളിനെ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുകയാണ് ആദ്യത്തെ. പിന്നെ ആ ഫ്രാഗ്മെൻറ്റ്സിനെ ബീങ് നെഗറ്റീവ്ലി ചാർജ്, കാരണം ഈ DNA എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളായതുകൊണ്ട് ക്യാൻ ബി സെപ്പറേറ്റ് ബൈ ഫോഴ്സിങ് ദം ടു മൂവ് ടുവേഴ്സ് ദി ആനോഡ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ മീഡിയം. ഒരു മീഡിയത്തിൽ കൂടി ഇവനെ വളരെ ഇതായിട്ട് നമുക്ക് എന്താണ് ആനോഡിലേക്ക് ഇവനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവനെ മൂവ് ചെയ്യിക്കാൻ പറ്റും, കാരണം ഇവൻ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട്. ദെൻ കോമൺലി യൂസ്ഡ് മെട്രിക്സ് ഈസ് അഗാരോസ്. അഗാരോസ് എന്ന് പറയുന്ന മീഡിയത്തിൽ കൂടിയാണ് ഈ ജെൽ ഇലക്ട്രോഫോറസിസ് നടക്കുന്നത്. അത് അഗാരോസിൽ വിച്ച് ഇത് നാച്ചുറൽ ലീനിയർ പോളിമർ എക്സ്ട്രാക്ഷൻ ഫ്രം സീവീഡ്. സീവീഡിൽ നിന്ന് എടുക്കുന്നതാണ് അഗാർ എന്ന് പറയുന്നത്. ഒരു ആൽഗയാണ്, അക്വാട്ടിക് ആൽഗ. അതിൽ നിന്ന് എടുക്കുന്ന അഗാറിൽ കൂടിയാണ് നമ്മൾ ഇവനെ ഈ എന്താണ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ദ DNA fragments separate out according to their size because of the sieving property of agarose gel. Agarose gel sieving property അനുസരിച്ച് ഇതിന് സൈസ് അനുസരിച്ച് ഇതിനെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. Hence the smaller the fragment size, the faster it will move. അപ്പം the separate DNA fragments are visualized after staining of DNA with ethidium bromide followed by exposure to UV rays. വേർതിരിച്ചതിനെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ദെൻ ദ DNA fragments are seen as orange color bands. ഓറഞ്ച് കളർ ബാൻഡുകളായിട്ട് നമുക്ക് ഈ DNA fragmentsനെ പിന്നീട് കാണാം. പിന്നീട് ഈ സെപ്പറേറ്റ് DNA cut and extracted from the gel piece. This step is called illusion നടത്തി ഇവനെ മാറ്റിയെടുക്കാം. Then the purified DNA fragments are used in constructing recombinant DNA by joining them cloning vectors. ഇങ്ങനെ ജെൽ ഇലക്ട്രോഫോറസിസ് മാത്രമേ ഇവനെ വേർതിരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ക്ലോണിങ്ങിന് വേണ്ടി ഇവനെ വെക്ടേഴ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഇവനെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ക്ലോണിങ് വെക്ടേഴ്സ്. ആ ക്ലോണിങ് വെക്ടേഴ്സിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്മിഡ് വെക്ടറാണ്. ആ പ്ലാസ്മിഡ് വെക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മിഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് എക്സ്ട്രാ ക്രോമസോമൽ DNA പ്രസന്റ് ഇൻ ബാക്ടീരിയ സെൽ.
ഇറ്റ് ഈസ് സെൽഫ് റെപ്ലിക്കേറ്റ്, സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ക്രോമസോമൽ അല്ലാത്ത ക്രോമസോം DNA അല്ലാതെ അത് സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഒരു സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് എന്ന് പറയുന്നത് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയകളിലാണ് കാണപ്പെടുന്നത്. നാച്ചുറലി ഒക്കറിംഗ് പ്ലാസ്മിഡ് ഇൻ ഈക്വലൈ ഈസ് കോൾഡ് കോൾ ഈവൺ ആൻഡ് ഇൻ അഗാരോബാക്ടീരിയം ട്യൂമിനിഫറൻസ് ഈസ് കോൾഡ് T1 പ്ലാസ്മിഡ്. ഈ സാധാരണ കാണപ്പെടുന്ന രണ്ട് പ്ലാസ്മിഡുകളാണ്. ഒന്ന് കോൾ ഈവൺ എന്ന് ഈക്വലായി കാണുന്ന പ്ലാസ്മിഡാണ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് കാണപ്പെടുന്ന T1 പ്ലാസ്മിഡ് എന്ന് പറയുന്ന പ്ലാസ്മിഡ്. ഇങ്ങനെ രണ്ട് പ്ലാസ്മിഡ് ഒന്ന് ഓർമ്മ വേണം. പിന്നെ അതിനോടൊപ്പം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് PBr322. ഒരു ആർട്ടിഫിഷ്യലി റീകൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ് വെക്ടറാണ് PBr322. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ റീകൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ് വെക്ടർ ഫ്രം പ്ലാസ്മിഡ് ഓഫ് ഈക്വലൈ. ഈക്വലൈയുടെ പ്ലാസ്മിഡിൻ്റെ പേരാണ് കോൾ ഈവൺ. അതിൽ നിന്ന് നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു പ്ലാസ്മിഡ് വെക്ടറാണ് PBr322. During its construction, 3 genes are added to കോൾ ഈവൺ എന്ന് പറയുന്നത് അതിൻ്റെ ഈക്വലൈയുടെ പ്ലാസ്മിഡാണ്. അതിലേക്ക് 3 ജീനുകളെയാണ് അങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. ഒറി, ഇറ്റ് ഈസ് ദ ജീൻ ഫോർ സ്റ്റാർട്ടിംഗ് റെപ്ലിക്കേഷൻ. ഒറി എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീനാണ് ഒറി. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. ദെൻ TETR, it is a gene tetracycline resistance എന്ന് പറയുന്ന ഒരു ജീന്. പിന്നെ ആംബിസിലിൻ റെസിസ്റ്റൻസ് TETR ആൻഡ് AMP are called selectable markers. ഈ രണ്ട് ആംപാറും TETR ഇതിനെ പറയുന്ന സെലക്ടബിൾ മാർക്കേഴ്സ്. PBr322 is the first artificial cloning vector developed in 1977 by Bolivar and Rodriguez. റോഡ്രിഗസും ബൊളിവറും ചേർന്നാണ് ആദ്യമായി ഉണ്ടാക്കിയ ഒരു ക്ലോണിംഗ് വെക്ടറാണ്, ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറാണ് PBr322. എവിടെ നിന്നാണ്? ഈക്വലൈയുടെ പ്ലാസ്മിഡ്. P refers to the plasmid, B to Bolivar, R to Rodriguez. അതാണ് PBR എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, ക്ലോണിംഗ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോണം. അതിലും നമ്മൾ ആ ഫീച്ചേഴ്സിൽ 3 കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. 3 കാര്യങ്ങളാണ് ഫീച്ചേഴ്സ്. ഒന്ന്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ DNS, അത് the DNA sequence responsible for starting replication is called origin of replication. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അതിന് കാരണക്കാരനായ DNA സീക്വൻസിന് പറയുന്ന പേരാണ് അഥവാ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അവനാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനി പീസ് ഓഫ് DNA when linked to ORI can be made to replicate with the host cell. ഈ ഒറിയുമായിട്ട് കൂടിച്ചേരുന്ന ഏതൊരു DNA സീക്വൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോസ്റ്റ് സെല്ലിനുള്ളിൽ വെച്ച് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഓൾസോ കൺട്രോൾ ദ കോപ്പി ഓഫ് നമ്പേഴ്സ് ഓഫ് ദ ലിങ്ക്ഡ് ജീൻ്റെ നമ്പർ ഓഫ് കോപ്പീസ് ഈ ഒറി എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുക കൂടിയുണ്ട് കേട്ടോ. സെലക്ടബിൾ മാർക്കേഴ്സ്, the gene which help in identifying and eliminating non-transformants and selectively permitting the growth of the transformant is called a selectable marker. A bacterium which is modified through a foreign gene, ഒരു ജീൻ നമ്മൾ ആഡ് ചെയ്തതിനെ ഫോറിൻ ചെയ്ത ജീനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമൻറ്റ്. The process through which foreign gene is introduced into the host bacterium is called a ട്രാൻസ്ഫോർമേഷൻ. ഒരു ഫോറിൻ ജീനെ ഒരു ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. ദ ജീൻ എൻകോഡിംഗ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക് ലൈക്ക് ആംബിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ, കാനാമൈസിൻ ആർ യൂസ്ഫുൾ സെലക്ടബിൾ മാർക്കേഴ്സ് ഫോർ ഈക്വലൈ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ് സെലക്ടബിൾ മാർക്കേഴ്സാണ് ആംബിസിൻ, റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്, ജീൻസ് എൻകോഡിംഗ് ഫോർ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക് ലൈക്ക് പെൻസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ, കാനാമൈസിൻ. അവയോട് റെസിസ്റ്റൻസ് കാണിക്കാൻ സഹായിക്കുന്ന ജീനുകളാണ് സാധാരണ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഈക്വലൈയിൽ സെലക്ടബിൾ മാർക്കേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കണം. നോർമൽ ഈക്വലൈസർ ഡു നോട്ട് ക്യാരി റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് എനി
ഓഫ് ദീസ് ആൻറ്റിബയോട്ടിക്. സാധാരണഗതിയിൽ ഒരു ഈക്വളയിലും ഇതിനുള്ള റെസിസ്റ്റൻസിനുള്ള ജീനുകൾ ഒരു ഇതിലും ഇല്ല, ഒരു ഈക്വളയിൽ നോർമൽ കേസില്ല. ദ യൂസ്ഫുൾ സെലക്ടീവ് മാർക്കേഴ്സ് ഫോർ ഈക്വളൈ ഇൻ PBR ആർ ദി ഫോളോവിങ്. ഒന്ന് ടെട്രാസൈക്ലിൻ, അതാണ് ടെറ്റാർ. ഒന്ന് ആംബിസിലിൻ റെസിസ്റ്റൻസ് ആൻറ്റിബയോട്ടിക്, ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻ. ഈ രണ്ടെണ്ണം നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യണം. ക്ലോണിങ് സൈറ്റ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ സൈറ്റ് വെയർ ഏലിയൻ DNA ക്യാൻ ബി ഇൻസെർട്ടഡ് ഈസ് കോൾഡ് ക്ലോണിങ്. ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന DNA പാർട്ട് അങ്ങോട്ട് വെക്കുന്നത്, അല്ല ക്ലോൺ ചെയ്യാൻ ഉള്ള ആ സാധനം ഇൻസെർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലോണിങ് സൈറ്റ്. പിന്നെ മറ്റൊന്ന് ജീൻ ട്രാൻസ്ഫർ ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വെക്റ്റർ ത്രൂ ജീൻ ട്രാൻസ്ഫറും ഉണ്ട്, വെക്റ്റർലെസ് ജീൻ ട്രാൻസ്ഫറും ഉണ്ട്. അപ്പം വെക്റ്ററിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിപ്പം കണ്ട പ്ലാസ്മിഡ് വെക്റ്റേഴ്സാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അതുപോലെ റെട്രോ വൈറസ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം വെക്റ്റർ ത്രൂ ആയിട്ടുള്ള ജീൻ ട്രാൻസ്ഫർ ഉണ്ട്. അതേപോലെ തന്നെ വെക്റ്ററിനെ ഉപയോഗിക്കാതെ ചെയ്യുന്നുണ്ട്. അതിന് ചില വെക്റ്റർലെസ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറൻസ് ഓഫ് ജീൻ ഡയറക്ട്ലി ഇൻ ടു ദ ഹോസ്റ്റ് സെൽ ഇസ് കോൾഡ് വെക്റ്റർലെസ് ജീൻ. നേരിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഹോസ്റ്റ് സെല്ലിലേക്ക് ഈ ജീനെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അവിടെ വെക്റ്റേഴ്സ് ഉപയോഗിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ. ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആർ മൈക്രോ ഇഞ്ചെക്ഷൻ ആൻഡ് ജീൻ ഗൺ ഓർ ബയോളിസ്റ്റിക്സ് ഗൺ, ഡിസാംഡ് പതോജൻ വെക്റ്റർ. ഡിസാംഡ് ആയിട്ടുള്ള പതോജൻ വെക്റ്റർ എന്ന് പറയുമ്പോൾ പ്രശ്നകാരികളല്ലാത്ത പതോജൻ വെക്റ്റർ ഉപയോഗിച്ചും അത് ചെയ്യാറുണ്ട്. മൈക്രോ ഇഞ്ചക്ഷനും അതേപോലെ തന്നെ ജീൻ ഗണ്ണും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ ഓഫ് എ റീകോംബിനന്റ് DNA into the nucleus of an animal cell using micropipettes is called micro injection. മൈക്രോപിപ്പറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ജീനെ നേരിട്ട് നമ്മൾ ആ ഹോസ്റ്റലിലേക്ക് കടത്തി വിടുന്നതിന് റീകോംബിനന്റ് DNA നേരിട്ട് നമ്മൾ കടത്തി വിടുന്നതിന് പറയുന്ന പേരാണ് മൈക്രോ ഇഞ്ചക്ഷൻ. മൈക്രോപിപ്പറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ജീൻ ഗൺ ബയോലോസ്റ്റിക് ഗൺ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തഡ് മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കോട്ടഡ് വിത്ത് ഫോറിൻ DNA ഉപയോഗിച്ച് കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ്റെ മൈക്രോ പാർട്ടിക്കിളിനെ ആർ ബോംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി ഇൻ ടു ദ പ്ലാന്റ് സെൽ. അവരെ കൊണ്ട് ഇടിപ്പിക്കുകയാണ്, ഹൈ വെലോസിറ്റിയുള്ള പ്ലാന്റ് സെല്ലിലേക്ക് ഇടിച്ച് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ജീൻ ഗൺ എന്ന് പറയുന്നത്. അപ്പം ഈ ജീൻ ഗണ്ണും അതുപോലെ തന്നെ മൈക്രോ ഇഞ്ചക്ഷനും വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചണം. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റീകോംബിനന്റ് DNA കോമ്പിറ്റന്റ് ഹോസ്റ്റ്, അതത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. പക്ഷേ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചോണം. ഈ ടൂൾസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. DNA ടെക്നോളജിയുടെ അതിനകത്തുള്ള പ്രോസസ്സുകൾ എന്തൊക്കെ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. അതിൽ ഒന്നാമത്തെയാണ് ഐസൊലേഷൻ ഓഫ് DNA. എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്തെടുക്കുക, വേർതിരിച്ചെടുക്കുക. രണ്ടാമത്തത് കട്ടിങ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. പ്രത്യേകം ലൊക്കേഷന് വെച്ച് അതിനെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക, മുറിച്ചെടുക്കുക. അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ്, അത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഏതിൻ്റെയാണോ കൂടുതൽ എണ്ണം വേണ്ടത് ആ ഭാഗത്ത് ആ ജീൻ്റെ നമ്മൾ കൂടുതൽ എണ്ണത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ഇൻസെർഷൻ ഓഫ് റീകോംബിനന്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ ഓർ ഹോസ്റ്റ് ഓർഗാനിസം. ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഈ റീകോംബിനന്റ് DNA എന്ത് ചെയ്യുക, ഇൻസെർട്ട് ചെയ്യുക. ഒബ്റ്റൈനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റിനെ നിർമ്മിച്ചെടുക്കുക. അതേപോലെ തന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സ്. ഇങ്ങനെ 6 പരിപാടികളാണ് ഇതിനകത്തുള്ളത്, പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജിക്കകത്തുള്ളത്. അപ്പം 6 പരിപാടി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഐസൊലേഷൻ ഓഫ് ദ ജെനറ്റിക് മെറ്റീരിയൽ അഥവാ DNA എന്താണ് നമുക്ക് വേണ്ടത് അതിനെ വേർതിരിച്ചെടുക്കുക. അതിനുശേഷം അതിനെ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കട്ട് ചെയ്തതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. ഇൻട്രസ്റ്റ് ജീൻ്റെ
അതിനെ ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ്റെ എണ്ണം എത്രമാത്രം കോപ്പി വേണോ അത്രയും. The process of making many copies of a gene is called amplification of gene. ഒരു ജീൻ തന്നെ ഒരുപാട് കോപ്പി ഉണ്ടാക്കിയെടുക്കുന്നതിന് പറയുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ, എന്താണ് PCR എന്ന് പറയുന്നത്, അല്ലെ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ എ ടെക്നിക് കോൾഡ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. PCR എന്ന് പറയുന്ന റിയാക്ഷൻ, PCR പോളിമർ ചെയിൻ റിയാക്ഷൻ വഴിയാണ് ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ നടക്കുക. ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോരം കോപ്പി വേണോ അത്രയും കോപ്പി ഉണ്ടാക്കിയെടുക്കുക. PCR മെത്തേഡ് വഴിയാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് DNA ടെംപ്ലേറ്റ്, പ്രൈമേഴ്സ്, എൻസൈംസ്, ഇത്രയാണ് അതിൻ്റെ ആവശ്യമുള്ള ഒരു PCR ആവശ്യമുള്ള ഘടകങ്ങൾ. അതിനകത്ത് പക്ഷേ ചോദിക്കുന്നത് ഇതിൻ്റെ സ്റ്റെപ്സ് 3 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ ചോദിച്ചിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് PCR മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഡീനാച്ചുറേഷൻ, ദെൻ പ്രൈമർ അനീലിംഗ് ആൻഡ് പ്രൈമർ എസെൻഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് ഇതിനകത്തുള്ളത്, ഈ PCR മെത്തേഡിനകത്തുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചുമാണ് ഈ 3 പ്രോസസ്സുകൾ. ഡീനാച്ചുറേഷൻ, അതേപോലെ പ്രീമിയർ അനീലിംഗ്, അതേപോലെ പ്രീമിയർ എക്സ്റ്റൻഷൻ. ഈ 3 സ്റ്റെപ്പുകളാണ് ഇത് PCR ഇൻവോൾവ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. PCR മാത്രമായിട്ട് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്, PCR മാത്രം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എഴുതി വെക്കണം. ദെൻ ഇൻസെഷൻ പറഞ്ഞു, അതുപോലെ ഒബ്റ്റെയിൻ ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് പറഞ്ഞു. ഇനി ലാസ്റ്റ് ഭാഗത്തിൽ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, ആ ഡൗൺ സ്ട്രീം പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 5 സ്റ്റെപ്പുകൾ അതിനകത്ത്, ആ പ്രോസസ്സിങ്ങിനകത്ത് 5 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചോണം. എന്തൊക്കെയാണ്? സെപ്പറേഷൻ ഓഫ് ജീൻ പ്രൊഡക്റ്റ്. ഈ ഡൗൺ സ്ട്രീം പ്രോസസ് എന്ന് പറഞ്ഞാൽ all the process to which a product is subjected to before being marketed as a finished product are called downstream process. അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനത്തെ അത് മാർക്കറ്റബിൾ ഫോമിലേക്ക് ആകുന്ന തൊട്ട് മുമ്പ് നടക്കുന്ന പരിപാടികളെ എല്ലാം കൂടെ ആ ഫിനിഷിംഗ് വർക്കിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സ്. അതിൽ ഒന്ന് സെപ്പറേഷൻ ഓഫ് ജീൻ പ്രൊഡക്റ്റ് വേർതിരിച്ചെടുക്കുക. ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ജീൻ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുക? വേർതിരിച്ചെടുത്തതിനെ പ്യൂരിഫൈ ചെയ്യുക. ദെൻ അഡീഷൻ ഓഫ് സ്യൂട്ട് ഓഫ് പ്രിസർവേറ്റീവ്, ഇത് സൂക്ഷിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ആഡ് ചെയ്തതിനെ, പ്രിസർവേറ്റീവ് ആഡ് ചെയ്തതിനെ ഇത് ചെയ്യുക. ദെൻ ക്ലിനിക്കൽ ട്രാൻസ്ഫോർം മെഡിസിനൽ പർപ്പസസ്, മീൻസ് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അതിനുവേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുക, ക്ലിനിക്കൽ ട്രയൽ നടത്തി നോക്കുക. ദെൻ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഇത് വേരി ചെയ്ത് വരും. പല പ്രൊഡക്റ്റും പലതരത്തിലുള്ള ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ആ ക്വാളിറ്റി എന്ത് ചെയ്യണം? അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് നടത്താം. ഈ ഒരു 5 പ്രോസസ്സ്, ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് ഈ 5 എഴുതി വെക്കണം. അതുപോലെ തന്നെ ബയോ റിയാക്ടേഴ്സ് ഒന്ന് നോക്കി വെക്കണം നിങ്ങൾ. ബയോ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് ഇവ ഉണ്ടാക്കിയെടുക്കാൻ ബയോ റിയാക്ടർ വെസൽസ് ലാർജ് വോളിയംസ് ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കൽ കൺവേർട്ടഡ് ഇൻ ടു സ്പെസിഫിക് പ്രൊഡക്ട്സ്. റോ മെറ്റീരിയലിനെ സ്പെസിഫിക് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വലിയ കണ്ടെയ്നറെയാണ് നമ്മൾ പറയുന്നത്. വലിയ വെസൽസിനെ പറയുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബയോടെക്നോളജിയിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ടൂൾസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ടൂൾസ്: റെസ്ട്രിക്ഷൻ എൻസൈം, പോളിമറൈസ് എൻസൈംസ്, ലിഗേസസ്, വെക്ടേഴ്സ് ആൻഡ് ഹോസ്റ്റ് ഓർഗാനിസം. ഈ 5 ടൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ റെസ്ട്രിക്ഷൻ എൻസൈമും വെക്ടേഴ്സും വളരെയധികം പ്രാധാന്യത്തോടെ നോക്കണം. കാരണം അതിൽ നിന്ന് ഷോർട്ട് ആൻസറിന് എഴുതാൻ ചോദിക്കുക. അത് ചെറിയ 1-2 മാർക്കിൻ്റെയൊക്കെ എഴുതാനുള്ളതും അതിനകത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ റെസ്ട്രിക്ഷൻ എൻസൈമിനകത്ത് ആ എക്സോ ന്യൂക്ലിയസും എൻഡോ ന്യൂക്ലിയസ് എൻസൈമും തമ്മിലുള്ള വ്യത്യാസവും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. അതുപോലെ നെയിമിങ് ഓഫ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന് പേര് കൊടുക്കുന്നത്, അല്ല റെസ്ട്രിക്ഷൻ എൻസൈമിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈക്കോ R1 ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും ഒരു ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ സ്റ്റൈൽ ഓഫ് ക്ലീവേജ്, എങ്ങനെയാണ് ഇവൻ്റെ ആക്ഷൻ, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജെൽ ഇലക്ട്രോഫോറസിസും ഇമ്പോർട്ടൻ്റ് ചോദിച്ചിട്ടുണ്ട്.
ക്ലോണിങ് വെക്ടേഴ്സിനകത്ത് പ്ലാസ്മിഡ് വെക്ടർ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്, PBr322 എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചോണം. PBr322. അതേപോലെ തന്നെ ജീൻ ട്രാൻസ്ഫറിനകത്ത് ഓർക്കേണ്ട രണ്ട് കാര്യം, ഒന്ന് വെക്ടർ ത്രൂ ജീൻ ട്രാൻസ്ഫറും അതുപോലെ തന്നെ വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫറും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫറിനകത്ത് മൈക്രോ ഇഞ്ചക്ഷനും പിന്നെ ജീൻ ഗണ്ണും, അത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കണം. അത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കയറി മാറി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൈക്രോ ഇഞ്ചക്ഷനും ജീൻ ഗണ്ണും. പിന്നെ പഠിക്കേണ്ട ഇത് റീകോമ്പിനൻ്റ് ടെക്നോളജിയിലെ ആ പ്രോസസ്സ്, അതിനകത്ത് ഐസൊലേഷന്, കട്ടിങ്, ആംപ്ലിഫിക്കേഷന്, അതേപോലെ തന്നെ ഇൻസേഷൻ ഓഫ് റീകോമ്പിനൻ്റ് DNA ടു ദി ഹോസ്റ്റ് സെൽ, ദെൻ ഒബ്റ്റൈനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, ദെൻ ഡൗൺ സ്ട്രീം പ്രോസസ്സ്, അതിനെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റായിട്ട് മാറ്റിയെടുക്കുക. അത്തരം കാര്യങ്ങൾ, ഈ 6 സ്റ്റെപ്പുകൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ആംപ്ലിഫിക്കേഷൻ PCR മെത്തേഡ് ചോദിക്കുന്നതാണ് മിക്കവാറും, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത് പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് പഠിച്ചു വേണം. അതേപോലെ തന്നെ ഡൗൺ സ്ട്രീമിൽ വരുന്ന 5 പോയിന്റുകൾ, 5 സ്റ്റെപ്പുകളും പഠിച്ചു വേണം. ബയോ റിയാക്ടർ എന്താണെന്ന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്, അതും ഒന്ന് ഓർത്ത് വെക്കണം. ഇത്രയേ ഉള്ളൂ ബയോടെക്നോളജിയിൽ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ 2 തരത്തിലുള്ള ആപ്ലിക്കേഷനാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് അഗ്രികൾച്ചറിലുള്ള ആപ്ലിക്കേഷനും, ബയോടെക്നോളജി ആപ്ലിക്കേഷൻ അഗ്രികൾച്ചറും അതുപോലെ തന്നെ മെഡിസിൻ. പിന്നെ ഒന്നുകൂടി ഉണ്ട് ട്രാൻസ്ജനിക് ആനിമൽസ്. അത് ട്രാൻസ്ജനിക് ആനിമലിനകത്ത് നമ്മൾ ഷോർട്ട് ആൻസർ 1-2 മാർക്കിൻ്റെ ചെറിയ ചോദ്യങ്ങളായിരിക്കും. മിക്കവാറും അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ട്രാൻസ്ജനിക് ആനിമൽസിനകത്ത് ചോദിക്കുന്നത്. ഈ അഗ്രികൾച്ചർ മെത്തേഡ് ഇതിൽ നമ്മൾ പറയുമ്പം അതിൽ പ്രധാനമായിട്ട് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന GM പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്, GM പ്ലാന്റ്സ്. ആ GM പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടെങ്കിലും അഡ്വാൻറ്റേജസ് ആണ് മിക്കവാറും ചോദിക്കുന്നത്. ഇൻക്രീസ്ഡ് ടോളറൻസ് അഗൻസ്റ്റ് അബയോട്ടിക് സ്ട്രെസ്, അതായത് ചൂട്, തണുപ്പ്, വരൾച്ച, ഉപ്പ്, ഇതിനെയൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് പ്ലാന്റ്സിന് കിട്ടുന്നു. റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ രീതി. റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്, അതായത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ ദ പ്ലാന്റ്, അതായത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാതെ എഫിഷ്യൻ്റായിട്ട് തന്നെ മിനറൽ ന്യൂട്രീഷൻ നടത്തുവാൻ പ്ലാന്റ്സിനെ സഹായിക്കുന്നു. ദെൻ എൻഹാൻസ് ന്യൂട്രീഷൻ വാല്യൂ ഓഫ് ഫുഡ്, അത് എൻഹാൻസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ വൈറ്റമിൻ എ കൂടെ, ഗോൾഡൻ റൈസ് എന്ന് പറയുന്ന ഒരു അരി നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തെടുത്ത് അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള റൈസാണ്, വൈറ്റമിൻ എ ധാരാളമുള്ള അരിയാണ്. അപ്പം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഈ അരി കഴിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള ഗോൾഡൻ റൈസ്, അതിനകത്ത് ഫിലേസ്, ഫെറിറ്റിൻ, മെറ്റാലോതയോണിൻ എന്ന് പറയുന്ന 3 എൻസൈമുകൾ അതിനകത്ത് ആഡ് ചെയ്താൽ 3 എൻസൈമുകൾ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഗോൾഡൻ റൈസ് എന്ന് പറയുന്ന അരി ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ആ പേര് ഓർമ്മയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിൽ GM പ്ലാന്റ് കൂടുതൽ നമ്മൾ എടുത്ത ഒരു വലിയ നേട്ടമാണ് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്. അതിൽ പ്രധാനമായിട്ടും BT കോട്ടൻ്റെ കാര്യം ഒന്ന് ഓർമ്മ വേണം. BT കോട്ടൺ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ആ ബാക്ടീരിയയെ ഉപയോഗിച്ചുകൊണ്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന അവൻ്റെ ക്രൈ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീനെ നിർമ്മിക്കുന്ന ജീനെ നമ്മൾ കോട്ടൺ പ്ലാന്റിലേക്ക് കടത്തിവിട്ട് നാച്ചുറലായിട്ട് തന്നെ അതിനെതിരെ, ആ പെസ്റ്റിനെതിരെയുള്ള റെസിസ്റ്റൻസ് നേടിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സും ഒന്ന് ഓർമ്മ വേണം. അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിലെ RNA ഇൻ്റർഫറൻസ്, അതും ഇതേപോലെ നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. RNA ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് അതൊന്ന് നോക്കിയേക്കണം. പിന്നെ ബയോടെക്നോളജി മെഡിസിൻ്റെ കേസിൽ ഇൻസുലിൻ്റെ നിർമ്മാണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസുലിന് അത് എലി ലില്ലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്, ആദ്യമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കിയെടുത്തത്. അവരെങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയെടുത്തതെന്ന് ചെറിയ പാരഗ്രാഫായിട്ട് മിക്കവാറും പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻസുലിൻ്റെ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കിയേക്കണം.
ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ മെഡിസിനൽ ആപ്ലിക്കേഷനകത്തൊരു വളരെ പ്രധാനപ്പെട്ടതാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്നുള്ളതെന്ന് പഠിച്ചു വെച്ചോണം. അതേപോലെ തന്നെ പല രോഗങ്ങൾക്ക് ചികിത്സ ജീൻ തെറാപ്പിയുടെ ഭാഗമായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ട്രാൻസ്ജനിക് ആനിമൽസ്, അത് ആ ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ കേസിലാണ് നമുക്ക് ഒരുപാട് എന്താണ് ഒരു മാർക്കിന് 2 മാർക്കിലേക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് വരുന്നത് ആ ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ ചെറിയ ഭാഗത്തു നിന്നാണ്. അപ്പം ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസ് ഹൂസ് DNA ഈസ് മാനിപ്പുലേറ്റഡ് ടു പൊസസ് ആൻഡ് എക്സ്പ്രസ് ആൻ എക്സ്ട്രാ ജീൻ ആർ കോൾഡ് ട്രാൻസ്ജനിക് ജീൻ. അത് ജന്തുക്കളുടെ ജീനോമിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണം, കൃത്രിമം കാണിക്കുക. ആ കാണിച്ചെടുക്കുന്ന അങ്ങനെയുള്ള ആനിമൽസെ പറയുന്നത് ട്രാൻസ്ജനിക് ആനിമൽസ്. അങ്ങനെ ട്രാൻസ്ജനിക് റാറ്റുണ്ട്, റാബിറ്റ്, പിഗ്, ഇങ്ങനെ പല തരത്തിൽ അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളങ്ങനെ നിർമ്മിക്കാറുണ്ട്. ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാൻസ്ജനിക് ആനിമലെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പഠനങ്ങൾക്ക് വേണ്ടി, സ്റ്റഡികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്, പല അസുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സ്, അതായത് ബയോളജിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പം ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള മിൽക്ക്, ട്രാൻസ്ജനിക് കൗവിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ റോസി എന്ന് പറയുന്ന കൗ, ആ പശുവിൻ്റെ പേരൊന്ന് ഓർമ്മ വേണം. ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് ഫ്രം ട്രാൻസ്ജനിക് കൗ, റോസി എന്ന് പറയുന്ന ആ പശുവിൻ്റെ പേരൊന്ന് ഓർമ്മ വേണം. അങ്ങനെ പിന്നെ വാക്സിൻ സേഫ്റ്റി, അതുപോലെ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ട്രാൻസ്ജനിക് ആയിട്ടുള്ള ആനിമൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. വാക്സിൻ സേഫ്റ്റി, കെമിക്കൽ സേഫ്റ്റി, ബയോളജിക്കൽ പ്രോഡക്ട്സ്, സ്റ്റഡി ഓഫ് ഡിസീസ്, അതേപോലെ തന്നെ സ്റ്റഡി ഓഫ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും. അപ്പോൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ 3 കാര്യങ്ങളിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്ന് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചറിൻ്റെ കേസിൽ GM പ്ലാന്റ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് പക്ഷേ അത്ര ഇതായിട്ട് പക്ഷേ നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. ചിലപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്നാലും അഡ്വാൻറ്റേജസ് എന്തായാലും വിട്ടുപോകല്ല, അഡ്വാൻറ്റേജസ് പഠിച്ചുകൊണ്ട് പോകണം. ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുപോലെ തന്നെ BT കോട്ടൺ, അത് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കേസിൽ BT കോട്ടൺ, BT ബ്രിഞ്ചാൾ, ഇവയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് റൈസ്, ടൊമാറ്റോ, പൊട്ടറ്റോ, സോയാബീൻ, ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള GM ഫുഡ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ BT കോട്ടൺ എന്ന് പറയുന്നത്. ദെൻ RNA ഇൻ്റർഫറൻസ്, RNAi എന്ന് പറയും, RNA ഇൻ്റർഫറൻസ്, അതും ഒന്ന് നോക്കിയേക്കണം. പിന്നെ ബയോടെക്നോളജി ആപ്ലിക്കേഷനാണ്, അതിന് മെഡിസിൻ അഗ്രികൾച്ചർ കഴിഞ്ഞ് മെഡിസിനിൽ ഇൻസുലിൻ്റെ നിർമ്മാണം ഇമ്പോർട്ടൻ്റ് ആണ്. എലിയുടെ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് പഠിച്ചോണം. പിന്നെ ജീൻ തെറാപ്പി, അതുപോലെ മോളിക്കുലർ ഡയഗ്നോസിസ്, ഇത്തരം കാര്യങ്ങൾ എന്താണ് മെഡിസിനിൽ ഉണ്ട്. ജീൻ തെറാപ്പി എന്ന് പറയുന്നത് പറഞ്ഞില്ല, അതോടെ നോക്കിയേക്കണം. Gene therapy is a collection of methods that allows correction of gene defects diagnosed in ചൈൽഡ് ഓർ എംബ്രിയോ. കുട്ടികളെ ജനിതകമായി എന്തൊക്കെ തകരാറ് കുട്ടികളിലോ അല്ലെങ്കിൽ എംബ്രിയോ ഉണ്ടാകുവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന ജീൻ തെറാപ്പി ബൈ ഇൻസെഷൻ ഓഫ് നോർമൽ ജീൻസ്. ആ തകരാറുള്ളതിന് പകരം ഡിഫക്റ്റ് അലീല അല്ലെങ്കിൽ ജീനിനെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യുക. അതിന് പകരം നല്ല ഫങ്ഷനായിട്ടുള്ള ജീനിനെ നമ്മൾ അങ്ങോട്ട് ഇൻസെർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്ന. പല രോഗങ്ങൾക്കും ഈ ജീൻ തെറാപ്പി മുഖാന്തരം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. ക്യാൻസർ, ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്ക് നമുക്ക് ഈ ജീൻ തെറാപ്പി നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്ന് നോക്കിയേക്കണം. പിന്നെ അതുപോലെ തന്നെ മോളിക്കുലർ ഡയഗ്നോസിസിൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ് ഈസ് നോട്ട്
കൺവെൻഷണൽ ഡയഗ്നോസിസ് മെത്തേഡിൽ നേരത്തെ രോഗങ്ങളെ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സം ടെക്നിക് യൂസ്ഡ് ഫോർ ഏർലി ഡയഗ്നോസിസ് ആർ PCR ഒക്കെ നമ്മൾ അസുഖം ഉണ്ടോ എന്ന് ഇന്ന അസുഖമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ റീകോമിനന്റ് DNA ടെക്നോളജി, അതേപോലെ തന്നെ എലീസ ടെസ്റ്റ്, ഇതൊക്കെ പല തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് മുഖാന്തരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സങ്കേതങ്ങളാണ്. അപ്പോൾ അതും ഒന്ന് നോക്കിക്കോണം കേട്ടോ. എലീസയും റീകോമിനന്റ് DNA ടെക്നോളജി, PCR, ഇതൊക്കെ മോളിക്കുലർ ഡയഗ്നോസിസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ടൂൾസാണ്. ദെൻ ട്രാൻസ്ജനിക് ആനിമൽസിനകത്ത് അത് എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള എന്താണ് ഇവയെ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുക, രോഗങ്ങളെക്കുറിച്ച് പഠിക്കുക, ബയോളജിക്കൽ പ്രൊഡക്ട്സിനെ കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഉണ്ടാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയല്ല, അവ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ ചില സാധനങ്ങൾ, നമുക്ക് ആവശ്യമായ ചില പ്രോട്ടീനുകൾ, അതേപോലെ തന്നെ മിൽക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ജന്തുക്കളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുക, അവൻ്റെ ജനിതഘടന മൊത്തം മാറ്റിയെടുക്കുക. ദെൻ അതുപോലെ വാക്സിൻ സേഫ്റ്റി, അതിനു വേണ്ടി അങ്ങനെയുള്ള ട്രാൻസ്ജനിക് എലികളൊക്കെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഈ തരത്തിലുള്ള ട്രാൻസ്ജനിക് ആനിമൽസിനെയൊക്കെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ 2 ചാപ്റ്ററിലെ മാർക്ക് എങ്ങും പോകത്തില്ല. വലിയ പാടുള്ള ചാപ്റ്ററല്ലേ, വളരെ ചെറിയ 2 ചാപ്റ്റേഴ്സ് ഉണ്ട് ബയോടെക്നോളജിയുടെ. അപ്പോൾ ഈ 2 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പകുതി കൂടെ മാർക്ക് നിങ്ങൾക്ക് ഈ 2 ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് കൃത്യമായിട്ട് പകുതി കൂടുതൽ 20-20 മാർക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ 2 ചാപ്റ്റർ പഠിക്കുക. ടാറ്റ ബൈ ബൈ, സീ യു.